സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ട്. UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റം ആണത്രേ ഈ കൂതറ. നേരാണോ ഇതൊക്കെ? പിന്നെ പണം പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യമുള്ളൂ. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു. നമുക്കെല്ലാം പറഞ്ഞു ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫില് എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി കുറെ നാളായി മനുഷ്യന്റെ സൗകര്യം കിടത്താൻ തുടങ്ങിയിട്ട് പോരാ പോട്ടോന്ന് വിചാരിക്കും തോറും അഹമ്മദ് കൂടി വരിക. ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ, ദൈവമേ എന്റെ വായിലൊരു തെറി പോലും വരുന്നില്ലല്ലോ. താൻ എന്നെ തൈക്കളവി എന്ന് വിളിക്കാൻ. താൻ എടോ എനിക്ക് 34 വയസ്സേ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. താൻ തൈക്കളവി എന്ന് വിളിക്കാൻ നാണമാകുന്നില്ല അപ്പൂപ്പ താങ്കൾക്ക്? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അപ്പൂപ്പനാകുന്നത് മോശം കാര്യമാണോ എന്ന് എനിക്കറിയില്ല. 60 വയസ്സാനാലും സിംഗൽ താൻ. ഞാന് അഭിമാനത്തോടെ പറയുന്നു, 2.5 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അപ്പൂപ്പനെന്നോ അച്ചാച്ചനെന്നോ പറയാവുന്ന ആളാണ്. അത് പറയാൻ എനിക്കൊരു നാണോ ഇല്ല. എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത് ലവളുണ്ടല്ല, ലവള്. അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നേ. ഓഹോ, നിനക്കപ്പോൾ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? കൊറേ ആയാലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് നാണമില്ല. കൂലി കൊടുക്കാനായിട്ടൊരു സൂചി എന്നാ അതിൽ കൂടെ ഞാനേ കിടത്തൂലടാ. മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു. അല്ലെങ്കിലും രമയ്ക്ക് ഇത്തിരി സ്വാതന്ത്ര്യമോഹം കൂടുതലാണ് എന്ന് പറയുന്നല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന്. ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ. താനൊന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. എല്ലാം പറയാം, എനിക്ക് ആ ഡീറ്റെയിലുകളൊക്കെ കിട്ടിക്കോട്ട്. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ബാക്കി കഥകൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. എന്നെ കുറിച്ചുള്ള സകല ഇമേജും അതോടെ പോകും. തന്നെ കുറിച്ച് അങ്ങനെ വലിയ ഇമേജ് ഒന്നും നേരത്തെ എന്റെ മനസ്സിലില്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഗൾഫിൽ സ്ഥിരമായി പോയി എന്താ ബാർ ഡാൻസ്, തേങ്ങ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് വഴിവിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അഭിമാനത്തോടെ എന്നെ വെല്ലുവിളിക്കാണ്. കാണിടാ വിഷുവല്ലെന്ന്. ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് ഇതിന്റെ തന്ത ഞാനായിരുന്നെങ്കിൽ, എന്നെ അച്ഛാന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഇതിന്റെ തന്ത ഞാനായിരുന്നെങ്കിൽ ഇതിനെ തല്ലിക്കൊന്ന് ഞാൻ എന്നേ ജയിലിൽ കയറിയെന്നെ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. എന്നെ പോരന് വിളിക്കാനൊന്നും ഈ ജമ്മ ഈ പെങ്കൊച്ചിന് ഈ വധവൽ പെണ്ണിന് ആവില്ല. നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബോൾഡാണെന്ന്. ബോൾഡല്ല, ബോൾട്ടാണ്, ബോൾട്ട്.